പ്രവാസി വ്യവസായിയെ തോക്ക് ചൂണ്ടി തട്ടിക്കൊണ്ടുപോയ കേസിൽ വഴിത്തിരിവ്. കൊട്ടേഷൻ നൽകിയത് പിതാവിന്റെ സഹോദരപുത്രൻ എന്ന പോലീസ്. ഇയാളെ പോലീസ് അറസ്റ്റ് ചെയ്തു. മലപ്പുറം പൂങ്ങോട് പീടിക്കൽ വീട്ടിൽ സിയാസാണ് പിടിയിലായത്. 2025 ഡിസംബർ 6-നാണ് മലപ്പുറം വണ്ടൂർ സ്വദേശിയായ പ്രവാസി വ്യവസായിയായ മുഹമ്മദ് അലി സഞ്ചരിച്ചിരുന്ന ആഡംബര കാർ ആക്രമിച്ച് തോക്ക് ചൂണ്ടി ഒരു സംഘം ആളുകൾ തട്ടിക്കൊണ്ടുപോയത്. സംഭവത്തെ തുടർന്ന് ജില്ലയ്ക്ക് അകത്തും പുറത്തുമായി തിരച്ചിൽ നടത്തുന്നതിനൊടുവിലാണ് ഒറ്റപ്പാലം കോതകുറിശ്ശിയിൽ വെച്ച് ആക്രമികളുടെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ട മുഹമ്മദ് അലിയെ നാട്ടുകാർ പോലീസിൽ ഏൽപ്പിച്ചത്. പരിക്കേറ്റ മുഹമ്മദ് അലി ദിവസങ്ങളോളം വാണിയംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ഷൊർണൂർ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം സംഭവത്തിൽ ഉൾപ്പെട്ട പ്രതികളിൽ ഒരാളെ അന്ന് തന്നെ പിടികൂടിയിരുന്നു. ഇയാളെ വിശദമായി ചോദ്യം ചെയ്തതിലാണ് മറ്റു പ്രതികളിലേക്കും പോലീസ് എത്തിച്ചേർന്നത്. പിന്നീട് നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം അടുത്ത ബന്ധുവായ സിയാസിലേക്ക് എത്തിയത്. അന്വേഷണം തനിക്ക് നേരെയാണെന്ന് മുന്നിൽ കണ്ട മുഖ്യപ്രതി ഈ സമയം വിദേശത്തേക്ക് കടക്കുകയും തെളിവുകൾ നശിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്തതായി പോലീസ് പറയുന്നു. പാലക്കാട് ജില്ലാ പോലീസ് മേധാവി അജിത് കുമാർ IPSന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം പ്രതി സിയാസിനെ മലപ്പുറം എടവണ്ണയിൽ നിന്നുമാണ് തന്ത്രപൂർവ്വം പിടികൂടിയത്. മുമ്പ് മുഹമ്മദ് അലിയുടെ വിശ്വസ്തനും ബിസിനസ് നോക്കി നടത്തിപ്പുകാരനുമായിരുന്ന സിയാസിനെ ആ ചുമതലകളിൽ നിന്ന് മാറ്റി നിർത്തിയതിന്റെ വൈരാഗ്യമാണ് തട്ടിക്കൊണ്ടുപോകലിലും മോചനദ്രവ്യം ചോദിച്ചതിലും കലാശിച്ചതെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. പ്രതിയെ ഒറ്റപ്പാലം കോടതിയിൽ ഹാജരാക്കി 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. UTV ന്യൂസ്, പാലക്കാട്.